ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യണത് ഒരു നല്ല അടിപൊളി കാച്ചെണ്ണയാണ്. നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് യൂസാക്കാൻ പറ്റുന്ന ഒരെണ്ണ കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഉപയോഗിക്കാം. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഈ നിരന്ന് കിടക്കണ കാട് പോലെ കിടക്കണില്ലേ, അത് മൊത്തമായിട്ട്. അപ്പോൾ ഞാൻ എടുത്തിക്കുന്ന സാധനങ്ങളെക്കുറിച്ചൊന്ന് പറയാം. കറിവേപ്പ്, മൈലാഞ്ചി, കറ്റാർവാഴ, ഇത് കയ്യോന്നി, പിന്നെ ഉലുവ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയത്, പിന്നെ ചീരുള്ളിയും വലിയുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിൻ്റെ ഇല, ചെമ്പരത്തിൻ്റെ പൂവ്, ചെമ്പരത്തിൻ്റെ മൊട്ട്, പിന്നെ കുറച്ച് മുരിങ്ങൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ കഞ്ഞിക്കൂർക്കലും തുളസി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇത്രേ കിട്ടിയിട്ടുള്ളൂ, അപ്പോൾ ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. ഈ സാധനങ്ങളൊക്കെ 1 ലിറ്റർ എണ്ണയ്ക്ക് നമ്മളൊരു കൈപ്പിടിയാണ് കേട്ടോ അളവ്. ഒരു കയ്യിൽ നിറയെ എല്ലാ പച്ചിലകളും എടുക്കുക. അപ്പോൾ ഇത് അരക്കുമ്പോൾ വെള്ളം വല്ലാതെ കൂട്ടാതെ കറ്റാർവാഴയൊക്കെ യൂസാക്കിയിട്ട് അരക്കാൻ നോക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒരു 3 ട്രിപ്പൊക്കെ ആയിട്ടാണ് ഞാൻ അരക്കണത്. പിന്നെ ഇതൊക്കെ കുറച്ച് ചെറുതാക്കി കൊടുക്കുക കേട്ടോ, മിക്സിയിൽ അരയാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് ചിലവരൊക്കെ ചതച്ചങ്ങാണ്ട് എണ്ണയിലിടുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ ചതക്കാതെ അരിഞ്ഞിടുന്നവരുണ്ട്. ഞാൻ കൂടുതലും കാട്ടിൽ ഇങ്ങനെ കേട്ടോ. ഇതിൻ്റെ ഒരു ഞാൻ എണ്ണ കാച്ചുമ്പോൾ കൂടുതലും ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കൽ. ഏറ്റവും വലിയ ടാസ്ക്കാണ് ഇത് എന്താ വെച്ചാൽ അരിച്ചെടുക്കാം. കുറച്ച് അരിപ്പിൽ ഞാൻ അരിച്ച് നോക്കി, അപ്പോൾ വല്ലാതെ കിട്ടണില്ല. പിന്നെ ഒരു തുണി എടുത്തിട്ട് അരിക്കുക, നന്നായിട്ട് പിഴിഞ്ഞങ്ങാണ്ട് അരിക്കുക. അപ്പോൾ എന്തായാലും അരിച്ച സാധനം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ എസെൻസ് തന്നെ പറയാം, പച്ചിലിൻ്റെ ഒക്കെ ഇത് നമുക്ക് നന്നായിട്ട് കുറുക്കി എടുക്കുക. മാക്സിമം വറ്റിച്ചെടുക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ അത് പോകണം. അല്ലെങ്കിൽ ഇത് നേരിട്ട് ചിലവരൊക്കെ എണ്ണയിലേക്ക് തൊഴിക്കലാണ് സാധാരണ ചിലവർ ചെയ്യും. ചിലവർ ഇങ്ങനെ പച്ചിലിൻ്റെ കൂട്ടത്തിൽ കൂടെ എണ്ണ ഒഴിച്ച് അങ്ങനെ വെക്കും. ഞാൻ കൂടുതലും ചെയ്യാറ് ഇങ്ങനെ കേട്ടോ, നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ ചൂടായി വേസ്റ്റായിട്ട് പോകില്ല. ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ നമുക്കിതിൽ കുറേ ഇങ്ങനെ ഇതാകും. അപ്പം മാക്സിമം അതിൻ്റെ വറ്റിച്ചതിൻ്റെ ഇതൊക്കെ പോയിട്ട് ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മില്ലിൽ നിന്ന് ആട്ടിയത് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചത് കേട്ടോ അമ്മ. അപ്പം അതാണിപ്പോൾ ഞാൻ ഉപയോഗിക്കണത്. മില്ലിൽ നിന്ന് ആട്ടിയതാണെങ്കിൽ നമ്മൾ വീട്ടിലാട്ടണമെങ്കിലൊക്കെ സെറ്റാണ്. എണ്ണ കാച്ചാൻ ഏറ്റവും നല്ല അതാണ്. കടയിൽ നിന്ന് വാങ്ങണ വെളിച്ചെണ്ണയിൽ എത്രത്തോളം കെമിക്കൽ, അതൊക്കെ നമുക്ക് ടെൻഷൻ ആലോചിച്ചിട്ട് അത് എത്രത്തോളം നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ എണ്ണൻ്റെ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒഴിച്ച സമയത്ത് ഉണ്ടല്ലേ എണ്ണ തെളിഞ്ഞ വന്നിരുന്നത്. അപ്പോൾ കുറേ ടൈമത്തെ വീഡിയോ കേട്ടത്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ആ കറിവേപ്പിൻ്റെ ഇല, നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മളൊരു 2-3 കറിവേപ്പിൻ്റെ ഇല ഇടാം. അപ്പോൾ ആ കറിവേപ്പിൻ്റെ ഇല ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ആ കറിവേപ്പിൻ്റെ ഇല നന്നായിട്ട് പൊട്ടിട്ടുണ്ടെങ്കിൽ അതാണ് പാകം. ഇപ്പോഴൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ, ഞാൻ വെറുതെ ഒന്ന് കാണിക്കാനും പറയാനും വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ടൈം ഇതുണ്ടാവും. ഈ പദം ഫുള്ള് ഒതുങ്ങിയിട്ട് നമ്മൾ ആ കറിവേപ്പിൻ്റെ ഇല പൊട്ടുമ്പോൾ സെറ്റായി. അപ്പം ആ എണ്ണയിലുള്ള വെള്ളമയൊക്കെ ഫുള്ള് പോയി എന്നിട്ടർത്ഥം. ഇപ്പോൾ കണ്ടില്ലേ പദം നിന്നു, ഒരുവിധം പതയൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഉണ്ടോ പൊട്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പോകുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മളെ ഇത് കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് എണ്ണ എങ്ങനെ മൂത്തുന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഈസി ആയിട്ടുള്ള ട്രിക്കാണിത്. കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഇട്ടിട്ട് അത് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ അതൊന്നും പറഞ്ഞാൽ ശരിക്കും ചിലപ്പോൾ മനസ്സിലായാലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് അതൊരു കുപ്പിയിലേക്ക് മാറ്റുകയാണ്. ഇതൊരു ന്യൂട്ടെല്ലൻ്റെ പൊട്ടുന്നൊരു കുപ്പിയാണ്. പൊട്ടുന്ന കുപ്പിയൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പം ഇങ്ങനെ ഒരു കുപ്പി ഞാനിവിടെ എടുത്ത് വെച്ചതാണെന്നും ഞാൻ അതിലത്തെ ഓയിൽ കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റിങ്ങാണ്ട് ഉണക്കി എടുത്ത് വെച്ചാണെന്നും. ഈ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് റോസ്മേരിൻ്റെ ലീഫും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും നല്ല സ്മെല്ലാണ്. പിന്നെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ എണ്ണൻ്റെ കളർ കാണിക്കാൻ വേണ്ടി അവിടെ വെച്ചേക്കട്ടോ. ശരിക്കും അതിൻ്റെ കളർ മനസ്സിലാകണില്ല, പക്ഷെ നല്ല കറുത്ത കളറിലാണ് കേട്ടോ. ഞാൻ ഈ ഒരു കുപ്പീനകത്ത് ആണ് ഒഴിച്ച് വെക്കൽ. പിന്നെ ഞാൻ ഒരു പാത്രത്തേക്ക് എടുത്ത് അങ്ങനെ ഇതാക്കൽ. അതിനകത്ത് ഞാൻ കുറച്ച് ആവണക്കെണ്ണയും കൂടി ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത്തിരി നമ്മളെത്ര ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെ ഒരു കുപ്പി എടുക്കുകയാണെങ്കിൽ ഒരു കുപ്പി വെളിച്ചെണ്ണക്ക് അതിൻ്റെ പകുതി ആവണക്കെണ്ണ, അങ്ങനെയാണ് ഞാൻ യൂസാക്കാറ്. ഇപ്പോൾ ഞാൻ മോളെ മുടിയിൽ തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ശരിക്കും തേക്കണമെന്ന് എന്താ വെച്ചാൽ കുറച്ചെടുത്തുങ്ങാണ്ട് ഇങ്ങനെ തേക്കുക. കാരണം മോള് രാവിലെ കുളിച്ചതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവളെ പിടിച്ച് നിർത്തിയിട്ട് നമുക്കൊന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമല്ലാതെ മൂന്തൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. അവളെ തലയിൽ
എണ്ണ ഉണ്ട്, ഞാൻ രാവിലെ എണ്ണ ഇട്ട് കുളിപ്പിച്ചതാണ്. പക്ഷേ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നുണ്ട്, തേക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്താട്ടോ. അവൾക്ക് കുഞ്ഞാന് തീരെ മുടിയില്ലേന്നേ. ഇപ്പോൾ എണ്ണയൊക്കെ തേച്ച് തന്നെയാണ് മുടി ഉണ്ടായത്. എണ്ണ തേച്ചാൽ മുടി വളരുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ഇവർക്കൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മോൻ്റെ മുടിയിലും കൂടി തേക്കുക. അവന് അത്യാവശ്യം നല്ല ഉള്ളുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ എണ്ണയൊന്ന് പരീക്ഷിച്ച് നോക്കുക.